കുട്ടികൾക്കും സുബർ സാറാണ്. അങ്ങനെ നമ്മുടെ 2024 +2 പരീക്ഷാഫലം പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ വിജയ ശതമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും 4 പോയിൻറ്റ് സംതിങ് നമ്മുടെ വിജയ ശതമാനത്തിൽ കുറവുണ്ടായി. ഈ 4 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു നമ്പറല്ല. ഓക്കെ, നമുക്കൊന്ന് എളുപ്പമൊന്ന് പറഞ്ഞു നിർത്താം, ഡീറ്റെയിൽഡ് പിന്നെ വരും. ഓക്കെ, നമ്മുടെ ഏകദേശം റെഗുലർ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിൽ 3,74,755 പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിനുള്ളിൽ 2,94,888 പേർ എന്തിനുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് പറയാം. 3,74,755 പേര്, 2,94,888 പേര് വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഇത് വിജയിച്ചവർ. ഓക്കെ, ഏകദേശം നമുക്ക് 80,000-അടുത്ത് ആൾക്കാർ തോറ്റുപോയി എന്നർത്ഥം. ഓക്കെ, ചെറിയൊരു നമ്പറായിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മുടെ ഇതാണല്ലോ 3,74,000, 2,94,000, ഏകദേശം നമുക്ക് 80,000 പേരാണ് നമുക്ക് ഏകദേശം തോറ്റുപോയേക്കുന്നത് അടുത്ത്. ഓക്കെ, നമ്മുടെ വിജയ ശതമാനം വന്നേക്കുന്നത് 78.69 ആണ്. ഓക്കെ, 78.69 ആണ് നമ്മുടെ വിജയ ശതമാനം. ഇത് കഴിഞ്ഞ വർഷം 82.95 ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കൂടുതലായിരുന്നു. ഏകദേശം 4 പോയിൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന 4 പോയിൻറ്റ് സംതിങ്ങിൻ്റെ വിജയ ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ A+കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടി. ഓക്കെ, ഈ വർഷം നമുക്ക് 39,242 പേർക്ക് ഫുൾ A+ ഉണ്ട്. 39,242 ഫുൾ A+. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം 33,815 ആയിരുന്നു. അപ്പോൾ ഏകദേശം 5,427 പേർക്ക് A+ൻ്റെ എണ്ണത്തിൽ കൂടുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല, എന്നൊരു ചെറിയൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ക്ലിയറായി. അപ്പോൾ ഈ വർഷം ഇത്തിരി കൂടുതൽ തന്നെയാണ് കുട്ടികൾ തോറ്റതിൻ്റെ എണ്ണം. എന്തായാലും അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാൻ മീൻസ് നമുക്ക് പരീക്ഷയുണ്ട്. സേഡ് എക്സാം വന്നേക്കുന്നത്, സേഡ് എക്സാം ജൂണിലാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ജൂൺ 12 തൊട്ട് 20 വരെയാണ് സേ എക്സാം. ഓക്കെ, എല്ലാ സബ്ജക്റ്റും ജയിച്ചവർക്കാണെങ്കിൽ ഒരെണ്ണം എഴുതി കൂടുതൽ മാർക്ക് വാങ്ങാം. മറ്റവർക്കാണെങ്കിൽ 3 എണ്ണം വരെ എന്തായാലും എല്ലാവർക്കും എഴുതാനും പറ്റും. ഓക്കെ, തോറ്റവർക്ക് 3 എണ്ണം നമുക്ക് എഴുതി ജയിക്കാനും പറ്റും. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ കൂടെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടതെല്ലാം കിട്ടി നല്ല അടിപൊളിയായിട്ട് പാസ്സാവാം. ജോയിൻ ചെയ്താൽ മതി. നമ്മൾ വർഷങ്ങളായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവരെയും ജയിപ്പിക്കാനും പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വരും. ഗുഡ് ബൈ.